പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമായി കണക്ക് കൂട്ടി തലപെരുത്തിരിക്കുകയാണ് മുന്നണികൾ മാത്രമല്ല ഈ ബൈ ഇലക്ഷൻ മൂന്നിടത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള ആകാംക്ഷയിലാണ്. ആ മൂന്ന് സ്ഥലങ്ങളിലെ മാത്രം മനുഷ്യരല്ല, രാഷ്ട്രീയ കേരളം ഒന്നാകെ. പാലക്കാട്, ചേലക്കര എന്നിവിടങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നാളെയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ആര് ഭരണത്തിൽ വരുമെന്നും നാളെ അറിയാം. വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 പൂർണ്ണമായി സജ്ജമാണ്. രാവിലെ 5 മണി മുതൽ വോട്ടെണ്ണൽ അപ്ഡേറ്റ്സ് 24ലൂടെ തത്സമയം പ്രേക്ഷകർക്ക് അതിൻ്റെ സ്പന്ദനങ്ങൾ ചോരാതെ കാണുകയും ചെയ്യാം. വിവരങ്ങളുമായി സുർജിത്ത് ചേരുന്നു. ആർ ശ്രീത്ത്, സൂരജ് സജി എന്നിവർ 3 സ്ഥലങ്ങളിൽ ചേരുന്നു. അത് ഞാൻ ആർ ശ്രീത്തിലേക്ക് തന്നെ പോകുന്നു. ശ്രീത്ത്, ഇപ്പോഴും ഓരോരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിക്കുമ്പോൾ മൊത്തത്തിലൊരു പിടി ആരും തരുന്നില്ല. ഏറ്റവും ഒടുവിൽ നാളെ വോട്ടെണ്ണാൻ എടുക്കാനിരിക്കെ മുന്നണികളുടെ അവസാനവട്ട പ്രതീക്ഷ എന്താണ് ശ്രീത്ത്? ഹാഷ്മി, പാലക്കാട് വാശിയേറിയ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ ആ ഒരു വീറും വാശിയും പ്രകടമാകാത്ത പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 70.51% താഴ്ന്നു. ഇതാണ് മുന്നണികൾക്ക് പൊതുവിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ 3 മുന്നണികളും NDA, UDF, LDF മുന്നണികൾ ഒരുപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എന്നാൽ ഈ മുന്നണികൾക്കെല്ലാം തന്നെ ഉള്ളിൽ ഒരു അങ്കലാപ്പുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. എന്തായാലും 1ാം സ്ഥാനത്തേക്ക് വരും എന്ന ഒരു ശക്തമായ പ്രതീക്ഷയൊന്നും LDF നേതൃത്വം, CPM നേതൃത്വം മുന്നോട്ട് വെക്കുന്നില്ല. നിലവിൽ 3ാം സ്ഥാനത്തായിരുന്നിടത്ത് 2ാം സ്ഥാനത്തേക്കെങ്കിലും വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDF നേതൃത്വം, CPM നേതൃത്വം പറയുന്നത്. എന്നാൽ അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. NDA ആകട്ടെ ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പാലക്കാട് പറയുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് നഗരസഭാ മേഖലയിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലയിൽ കനത്ത പോളിംഗ് നടന്നുവെന്നും UDF സ്വാധീന മേഖലയിൽ പോളിംഗ് കുറഞ്ഞു എന്നതുമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് അത്രത്തോളം വസ്തുതാപരമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ നഗരസഭാ മേഖലയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. പിരായിരി എന്ന UDF ശക്തി കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം കുറവുണ്ടെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതായത് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായ കണക്കുകളുണ്ടോ എന്ന കാര്യം സംശയമാണ്. എങ്കിൽ പോലും ഒരു ശക്തമായ വികാരം BJPക്ക് അനുകൂലമായി ഉണ്ടായാൽ അവർക്ക് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. UDF ക്യാമ്പിലേക്ക് വന്നാൽ UDF ഒരു ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും 5000-ൽ 6000-നും ഇടയ്ക്കുള്ള വോട്ടിന് ജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പുറമേക്ക് 10,000-12,000-ൻ്റെയും കണക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. എന്തായാലും പാലക്കാട്ട് കൂട്ടലും കിഴിക്കലും കഴിഞ്ഞു. ഇനി ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളാണ്. നാളെ രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 9-9:30 പാലക്കാട് മണ്ഡലം ആർക്കൊപ്പമാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ശ്രീത്ത്, ഇതിലെ ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തിമ 70.27 എന്നുള്ള ഫൈനൽ കണക്ക് മനസ്സിലാക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ വന്ന സൂചന എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമായ നഗരമേഖലകളിൽ പോയ വർഷത്തേതിനേക്കാൾ നല്ല പോളിംഗ് ശതമാനം ഉയരുകയും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ LDFിൻ്റെ ശക്തി പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ കുറയുകയും ചെയ്തെന്നുള്ളതാണ്. എന്നാൽ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ബൂത്ത് ലെവൽ കണക്കെടുത്ത് അത് ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ നൽകില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന എക്സസൈസാണ്. അവർ പറയുന്ന കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ 67.64, പിരായിരിയിൽ 70.26, മാത്തൂരിൽ 78.11, കണ്ണാടിയിൽ അത് 76.10 എന്നുള്ള കണക്കാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊളിറ്റിക്കൽ മാർജിൻ ഇട്ട് നമ്മൾ നോക്കിയാൽ പോലും യഥാർത്ഥത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നന്നായി പോളിംഗ് ശതമാനം കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു ക്രെഡിബിൾ ഇൻഫർമേഷൻ ആണോ ശ്രീത്ത്? പാലക്കാട് നഗരസഭാ മേഖലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഉദാഹരണത്തിന് 1ാം നമ്പർ ബൂത്ത് മുതൽ 4ാം നമ്പർ ബൂത്ത് വരെയുള്ള സ്കൂളായിരുന്നു കൽപ്പാത്തി AUP സ്കൂൾ എന്ന സ്കൂള്. അവിടെ 1ഉം 2ഉം 3ഉം 4ഉം ബൂത്തുകളാണുള്ളത്. അതിൽ 3ഉം 4ഉം ബൂത്തുകൾ ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകൾ വരുന്ന കൽപ്പാത്തി മേഖലയിൽ നിന്നുള്ള ഒരു ബൂത്തുകളാണ്. അവിടങ്ങളിലൊക്കെ 980 മറ്റും വോട്ടുകളുള്ള ബൂത്തിൽ ഏതാണ്ട് 580-600-ൽ പരം വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ അത്തരത്തിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. എന്നാൽ മൂത്താന്തറ, വടക്കന്തറ പോലുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർക്ക് ആഗ്രഹിച്ച ഒരു പോളിംഗിലേക്ക് വന്നിട്ടുമുണ്ട് എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. ഈ പോളിംഗ് കുറഞ്ഞ കൽപ്പാത്തിയിൽ പോലും BJP അവകാശപ്പെടുന്നത് തങ്ങൾക്ക് ചെയ്യിക്കാൻ കഴിയാവുന്ന എല്ലാ വോട്ടുകളും ഈ കൽപ്പാത്തി അടക്കമുള്ള മേഖലയിൽ ചെയ്യിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നഗരസഭാ മേഖലയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്, വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന കാര്യം ഒരു വസ്തുത തന്നെയാണ്. ആ വസ്തുത ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ തർക്കവിതർക്കങ്ങൾ നടക്കുന്നത്.
ശ്രീത്താണ് പാലക്കാട്ടെ വിവരങ്ങൾ നൽകിയത്. സൂരജ് സജി ചേലക്കരയിലേക്ക് പോകുന്നു. സൂരജ്, CPM ഇടതുപക്ഷത്തിൻ്റെ പൊന്നാപുരം കോട്ടയാണ് ചേലക്കര എന്നാണ് പറയാറ്. അത് കൈവിടൽ അചിന്ത്യമാണ് LDF-ന്. ഇക്കുറി ആ കോട്ട പൊളിയുമെന്നും തിരിച്ചു പിടിക്കുമെന്നും പറയുന്നു ചിട്ടയ പ്രവർത്തനങ്ങൾ രമ്യ ഹരിദാസും കോൺഗ്രസും UDF-ഉം. വോട്ടിംഗ് ശതമാനം ഗണ്യമായി ഉയർത്തുമെന്ന് പറയുന്ന NDA. അവസാനവട്ട കണക്കുകൾ എങ്ങനെയാണ്? മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് സൂരജ്? ഹാഷ്മി, ഇടതുമുന്നണിക്കും വലതുപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നുണ്ട് ചേലക്കര എന്നുള്ളതാണ് ഈ അവസാന നിമിഷവും നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് രാവിലെ രമ്യ ഹരിദാസും UR പ്രദീപും അടക്കമുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ നേരിൽ കണ്ടതാണ്. ആ സമയത്ത് ഇരുവരും വിജയപ്രതീക്ഷ വെക്കുന്നു. രമ്യ പറയുന്നതാകട്ടെ തകരാത്ത കോട്ടകളില്ല, ചേലക്കര ഇടതുകോട്ടയായി മാത്രം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് ചേലക്കര. അത് കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്താനുള്ള നീക്കമാണ് അത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സമാനതകളില്ലാത്തൊരു പ്രവർത്തനമായിരുന്നു ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാഴ്ചവെച്ചത്. അത് പലപ്പോഴും ഈ ഒരു കേഡർ സംവിധാനത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നത് പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ ഈ കോൺഗ്രസിന്റെ ബൂത്ത് വർക്കുകൾ അടക്കം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ ഈ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിലാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഇവർ ശ്രദ്ധ ഊന്നുന്നത്. LDF ആകട്ടെ CPM-ന്റെ ഇടത് കോട്ടയാണ്. അതുകൊണ്ട് തന്നെ അത് തകരില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ബൂത്ത് ലെവൽ കണക്കുകൾ പ്രകാരം 18,000 വോട്ടിനെ ലീഡ് ചെയ്യും എന്നുള്ളതാണ് CPM-ന്റെ കണക്കുകൾ. പക്ഷേ ഈ 18,000 വോട്ടിലേക്ക് എത്തുമെന്ന് നേതാക്കൾ കരുതുന്നില്ല. എന്നാൽ പോലും ഒരു 5,000-ലധികം വോട്ടിന്റെ ലീഡ് ഇവിടെ എടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് CPIM കണക്ക് കൂട്ടുന്നത്. BJP ആകട്ടെ ഈ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 35,000-ലധികം വോട്ട് നേടുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി അത് വില്ലനായി ഇവിടെ അവതരിക്കുന്നുണ്ട്. NK സുധീർ പിടിക്കുന്ന വോട്ട് അത് ആരുടെ നെഞ്ചെടുപ്പേറ്റും എന്നതിൽ വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഒരു കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഈ അൻവറിന്റെ സ്ഥാനാർത്ഥി സുധീർ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും രമ്യയെ ബാധിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അവസാന വട്ടത്തിലേക്ക് എത്തുമ്പോൾ അൻവർ ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഒരു വീട്, അതായത് സാധാരണക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഭവന പദ്ധതി പ്രകടന പത്രികയുടെ ഭാഗമായി പുറത്തിറക്കുന്നു. അത് വലിയ ജനകീയമായി മാറുന്നു. ആളുകൾ അതിന് അപേക്ഷ നൽകാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ച ഈ അവസാന ലാപ്പിൽ ഈ ചേലക്കരയിൽ കണ്ടതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗത വോട്ടുകളിൽ ഈ ഭവന പദ്ധതി വിള്ളലുണ്ടാക്കുമോ, അല്ലെങ്കിൽ അതിൽ 1% വോട്ടെങ്കിലും ഇവർ പിടിക്കുമോ എന്നൊരു ആശങ്ക ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇടതുമുന്നണിയും കണക്ക് കൂട്ടുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എണ്ണിത്തുടങ്ങുക വരവൂരായിരിക്കും. 14 ടേബിളുകളിലാണ് EVM മെഷീൻ എണ്ണുക. 5 ടേബിളുകളിൽ പോസ്റ്റൽ വോട്ട് എണ്ണും. ഈ പോസ്റ്റൽ വോട്ടും EVM വോട്ടുകളും ഒരേ സമയം എണ്ണുന്ന രീതിയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടിന്റെ എണ്ണം തന്നെ ആദ്യം പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ വരവൂരായിരിക്കും ആദ്യ റൗണ്ടിൽ എത്തുക. അവിടെ 2021 4,000-ലധികം വോട്ടിനെ കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്ത മണ്ഡലമാണ്. ഈ ശക്തമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്ത് പോലും ഈ വരവൂർ പഞ്ചായത്തിൽ 1,000-ലധികം വോട്ടിനെ കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 2,000 വോട്ടിന് LDF എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ LDF ലീഡ് പിടിക്കുകയാണെങ്കിൽ LDF-ന് സുരക്ഷിതമായി ഒരു കടന്നുകൂടലിലേക്ക് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് നടക്കാൻ കഴിയും. പക്ഷേ ഈ 2,000-ന് പുറകിലേക്ക് ആ ഭൂരിപക്ഷം പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ UDF-ന് സാധ്യതകൾ ഏറുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചേലക്കര അടക്കമുള്ള പഞ്ചായത്തുകളുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യയ്ക്ക് ഏറെ വോട്ട് നേടിക്കൊടുത്ത പഞ്ചായത്താണ് ചേലക്കര അടക്കമുള്ള മുള്ളൂർക്കര അടക്കമുള്ള പഞ്ചായത്തുകൾ. അവിടെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വർക്കാണ് കോൺഗ്രസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഈ പരമ്പരാഗത വോട്ടുകളിൽ എന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ച് ചേലക്കര ഈ പറഞ്ഞ ഇടതുകോട്ട എന്ന് പറയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ളവർ നേരിട്ട് അങ്ങോട്ടേക്ക് വരുന്നു, നേരിട്ട് ആ പ്രചരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. UDF പറയുന്നത് തങ്ങളുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധമുള്ള വർക്ക് അവിടെ നടത്തി, വർക്കിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയും ചേലക്കര എന്നവർ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ചേലക്കര പിടിക്കലാണ് രാഷ്ട്രീയ വിജയം എന്നുകൂടി UDF വിലയിരുത്തുന്നു. എല്ലാവരും സൂപ്പർ കോൺഫിഡൻ്റായി അവകാശവാദം ഉന്നയിക്കുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ ചങ്കിടിപ്പാണ് പാലക്കാടും ചേലക്കരയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വയനാട്ടേക്ക് പോകുമ്പോൾ അവിടെ ചങ്കിടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ്, അവിടെ LDF-നോ BJP-ക്കോ അങ്ങനെ വലിയൊരു ചങ്കിടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. സുർജിത്ത്, അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ? അട്ടിമറിക്ക് ഉണ്ടാവണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവണം. അവിടെ നിലവിലുള്ള ചർച്ച ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഈ പറയുന്ന കനത്ത പോളിംഗ് ശതമാനം, വയനാട് ലോക്സഭാ മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. എന്താണ് മൂന്ന് മുന്നണികളുടെയും ലാസ്റ്റ് കണക്ക്?
ഹാഷ്മി, പാലക്കാടും ചേലക്കരയിലും ഉദ്യോഗം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തുറന്ന് പറയേണ്ടി വരും. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിലുടനീളം പ്രിയങ്ക ഗാന്ധി എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് വഴി സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് UDF ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഭൂരിപക്ഷം 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും അടുത്തെത്തും, അതിനിടയിൽ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണമാണ് UDF പ്രചാരണത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പോളിംഗ് കഴിഞ്ഞതോടുകൂടി പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 8% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു 5 ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് 1 ലക്ഷം വോട്ടുകളുടെ കുറവുണ്ട്. സ്വാഭാവികമായും ഇത് എങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് UDF ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വോട്ടുകളെല്ലാം പൂർണ്ണമായും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അവകാശവാദം UDF ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഭൂരിപക്ഷത്തിൽ എത്ര അവസാനഘട്ട കണക്കുകൾ പരിശോധിച്ച ഘട്ടത്തിൽ അവർ പറയുന്നത്, UDFിൻ്റെ നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്നത് 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് LDF നേതാക്കളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. കാരണം പരമാവധി വോട്ടുകൾ, തങ്ങളുടെ വോട്ടുകൾ അത് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അവകാശവാദം ഒരുപോലെ തന്നെ UDFും NDAയും പറയുന്നുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് വയനാട്. കാരണം ഇരട്ടിയോളം വോട്ടുകൾ, മുൻ വർഷത്തേക്കാൾ ഇരട്ടിയോളം വോട്ടുകളുടെ ഒരു സമാഹരണം അവർക്ക് K സുരേന്ദ്രൻ വഴി സാധ്യമായതാണ്. ആ ഒരു ടെമ്പോ നിലനിർത്താൻ നവ്യ ഹരിദാസിലൂടെ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ബത്തേരി പോലുള്ള മണ്ഡലം, ആ മണ്ഡലത്തിൽ വെറും 4000-ഓളം വോട്ടുകളുടെ വ്യത്യാസമാണ് LDFും UDFും തമ്മിൽ ഉള്ളത് എന്നുള്ളതും പ്രധാന കാര്യമാണ്. ഇത്തവണ BJPക്ക് ആ ബത്തേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. LDFിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അത് ഭൂരിപക്ഷത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ പ്രകടമാകും എന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ്. ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും UDFിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ആ മണ്ഡലം, എന്നും UDFിനൊപ്പം നിന്ന മണ്ഡലം, സ്വാഭാവികമായും അതിൻ്റെ തുടർച്ച ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഉദ്യോഗത്തിന് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇനി വോട്ട് എണ്ണേണ്ടതുണ്ട്. വോട്ട് നാളെ രാവിലെ എണ്ണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെ വ്യക്തമാകും. ആരുടെ വോട്ടാണ് ചോർന്നത് ഉൾപ്പെടെയുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുള്ളംകൊല്ലി, പുൽപ്പള്ളി അടക്കമുള്ള ക്രിസ്തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ അളവിലുള്ള മാർജിൻ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ബൂത്തുകളിലൊക്കെ അവർ ഒന്നാമതെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള BJPയാണ്. എന്തായാലും ആ ഒരു അവസ്ഥ ഇക്കുറി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. സത്യൻ മൊകേരി എന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം അവതരിപ്പിച്ചത്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ രമേശ് ഷാനവാസിനെ ഇഞ്ചോടിഞ്ച് പൊരുതി ഇവിടെ 3 മണ്ഡലത്തിൽ മുന്നേറ്റം കാഴ്ചവെച്ച നേതാവാണ്. 20,000-ഓളം വോട്ടുകൾ, 1.5 ലക്ഷത്തിൽ നിന്നാണ് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇടിക്കാൻ വേണ്ടി സത്യൻ മൊകേരിയോട് സാധിച്ചത്. അദ്ദേഹം ഈ മണ്ഡലം അറിയുന്ന ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ അവതരിപ്പിച്ചത് വഴി വലിയൊരു മുന്നേറ്റം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് LDFിനെ സംബന്ധിച്ചുള്ളത്. വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യാൻ